ലോകം കണ്ട ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ ഒന്നായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പ്. 1949 രൂപീകരിച്ച ഇലക്ഷൻ കമ്മീഷൻ സുകുമാർ സെന്നിൻ്റെ നേതൃത്വത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ്. 1951 ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ രാജ്യത്ത് പ്രഥമ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾക്ക് ചൂടുപിടിച്ചു. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒന്നിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ്. രാജ്യമാകെ 4500 സീറ്റുകൾ, 17,60,00,000-ലധികം വോട്ടർമാർ. 1000 വോട്ടർമാർക്ക് ഒരു ബൂത്ത് എന്ന ഏകദേശ കണക്കിൽ 2,24,000 ബൂത്തുകൾ. ഉരുക്കിൽ നിർമ്മിച്ച 25 ലക്ഷം ബാലറ്റ് പെട്ടികൾ. ജനങ്ങൾക്കിടയിൽ തിരഞ്ഞെടുപ്പ് ഒരു പുതിയ സംഭവമായിരുന്നു. വോട്ടിൻ്റെ മൂല്യം, വോട്ട് ചെയ്യേണ്ട രീതി എന്നിങ്ങനെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം രാജ്യമെമ്പാടും നടന്നു. 3000 സിനിമാ തിയേറ്ററുകളിൽ ലഘുചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. റേഡിയോ, പത്രങ്ങൾ, ലഘുലേഖകൾ തുടങ്ങിയ മാധ്യമങ്ങളിലൂടെയും പൊതുയോഗങ്ങളിലൂടെയും ജനങ്ങൾക്ക് വോട്ട് വിദ്യാഭ്യാസം നൽകി. നിരക്ഷരരായ വോട്ടർമാർക്ക് വേണ്ടി ചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ച പെട്ടികൾ സജ്ജമാക്കി. 10 ലക്ഷത്തോളം ഉദ്യോഗസ്ഥരുടെ സേവനത്തിൽ പൊതു തെരഞ്ഞെടുപ്പ് സജ്ജീകരണങ്ങൾ നടന്നു. ഇന്ത്യയിലാകെ തെരഞ്ഞെടുപ്പ് ചൂട് ഉയർന്നു. ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികൾ, വിവിധ ചിഹ്നങ്ങൾ, വോട്ട് പിടിക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണ പരിപാടികൾ, ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനെത്തുന്ന പ്രമുഖ നേതാക്കൾ. നെഹ്റുവായിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധാകേന്ദ്രം. 7 ആഴ്ച തുടർച്ചയായി അദ്ദേഹം പര്യടനം നടത്തി. ദശലക്ഷക്കണക്കിന് ജനങ്ങളെ അഭിസംബോധന ചെയ്തു. ഒരിടത്ത് പോലും എതിരാളികളെ ആക്ഷേപിച്ചില്ല. വോട്ടിനെക്കുറിച്ചും തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം ജനങ്ങളെ ഉണർത്തി. കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടല്ല, പ്രധാനമന്ത്രിയായിട്ടാണ് നെഹ്റു ജനങ്ങളോട് സംസാരിച്ചത്. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നതല്ല, മറിച്ച് വോട്ട് ചെയ്യുക എന്നതാണ് പ്രധാനം, നെഹ്റു വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. 123 ദിവസങ്ങൾ, 68 ഘട്ടങ്ങൾ. 1951 ഒക്ടോബർ 25 ആരംഭിച്ച് 1952 ഫെബ്രുവരിയിൽ അവസാനിച്ച സമാനതകളില്ലാത്ത ജനാധിപത്യത്തിൻ്റെ മഹോത്സവം ലോകചരിത്രത്തിൽ ഇന്ത്യയെ അടയാളപ്പെടുത്തി.